അന്ന് എം എ ബേബിയുടെ PB പ്രവേശനത്തെ ശക്തമായി എതിർത്തു. പകരം PB അംഗമായി എത്തിയത് കോടിയേരി ബാലകൃഷ്ണൻ. തന്നെ എതിർത്ത അതേ VSന്റെ ഒഴിവിലേക്കാണ് 20ാം പാർട്ടി കോൺഗ്രസിൽ ബേബി PBയിലെത്തിയത്. ഇപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുന്നത്. 1988 തിരുവനന്തപുരത്ത് നടന്ന CPM പാർട്ടി കോൺഗ്രസിൽ MA ബേബി കേന്ദ്ര കമ്മിറ്റി അംഗമായതാണ്. അതിലും എത്രയോ വൈകിയായിരുന്നു പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമെല്ലാം കേന്ദ്ര കമ്മിറ്റിയിലെത്തിയത്. അവരുടെ PB പ്രവേശനം ബേബിക്കും മുന്നെയായിരുന്നു. കോയമ്പത്തൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ ബേബിയുടെയും കോടിയേരിയുടെയും പേരുകൾ PBയിലേക്കെത്തി. VSന്റെ എതിർപ്പ് ബേബിക്ക് തടസ്സമായി. തുടർന്ന് ഒത്തുതീർപ്പ് അംഗമായിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ PBയിലേക്ക് എത്തുന്നത്. എന്നാൽ അതേ VSന്റെ ഒഴിവിലേക്ക് 20ാം പാർട്ടി കോൺഗ്രസിൽ ബേബിക്ക് സ്ഥാനം ലഭിച്ചു. ഇപ്പോൾ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുകയാണ്. EMSന് ശേഷം മലയാളിയായ പാർട്ടി സെക്രട്ടറി. മലയാളി പേരുള്ള സീതാറാം യെച്ചൂരിക്ക് ശേഷം CPMന്റെ ജനറൽ സെക്രട്ടറി ആവുകയാണ് സാക്ഷാൽ MA ബേബി. കൊല്ലം പ്രാക്കുളം NSS ഹൈസ്കൂളിൽ തുടങ്ങി 73 കൊല്ലം NSS കോളേജിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ബേബിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പ്രാക്കുളം NSS കോളേജിൽ നിന്ന് SFIയിലൂടെ തുടങ്ങിയെങ്കിലും കൊല്ലം SN കോളേജായിരുന്നു ബേബിയുടെ രാഷ്ട്രീയ വഴി ഉറപ്പിച്ചു നിർത്തുന്നതിൽ നിർണായ പങ്കുവഹിച്ചത്. കോളേജിൻ്റെ സമര പാരമ്പര്യം തന്നെയായിരുന്നു ബിരുദ പഠനത്തിനിടെ ബേബിയെ അവിടെ എത്തിച്ചത്. അതോടെ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാവുകയായിരുന്നു. ആദ്യ അറസ്റ്റ് അടക്കം നടന്നതെല്ലാം ബിരുദ പഠനത്തിൻ്റെ ഇടയിലാണ്. SFI ജില്ലാ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചു. 1985 CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി. പിന്നീട് കേന്ദ്ര സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും PB അംഗവുമായി. 86 രാജ്യസഭാ അംഗമായി. 2006 കുണ്ടറയിൽ നിന്ന് നിയമസഭാംഗവും VS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രിയുമായി. 2011 കൂടെ കുണ്ടറയുടെ MLAയുടെ ഭാഗമായി 2011 അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും MK പ്രേമേന്ദ്രനോട് പരാജയപ്പെട്ടു. CPMലെ ഒരു ബുദ്ധിജീവി എന്ന വിളിപ്പേരുള്ള ബേബിക്ക് രാഷ്ട്രീയം തന്നെയായിരുന്നു എന്നും താല്പര്യം. കൊല്ലം പ്രാക്കുളത്ത് PM അലക്സാണ്ടറുടെയും ലില്ലിയുടെയും 8 മക്കളിൽ അവസാനത്തെ മകനായിരുന്നു MA ബേബി. CPM ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ശുപാർശ പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചു. EMS നമ്പൂതിരിപ്പാടിന് ശേഷം കേരള ഘടകത്തിൽ നിന്നും ഈ പദവിയിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാളിയാണ് ബേബി. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ബേബിയുടെ പേര് നിർദ്ദേശിക്കുന്നത്. PBയിലെ സീനിയോറിറ്റി കൂടി പരിഗണിച്ചാണ് ബേബിയെ നിർദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാകുകയും പിന്നീട് സംഘടനാ പാർലമെന്റ് പ്രവർത്തനത്തിൽ വൈഭവം തെളിയിക്കുകയും ചെയ്ത നേതാവാണ്. പാർട്ടിയുടെ ബൗദ്ധിക ദാർശനിക മുഖങ്ങളിൽ ഒന്നുകൂടിയാണ് MA ബേബി. PM അലക്സാണ്ടറുടെയും ലില്ലിയുടെയും 8 മക്കളിൽ അവസാനത്തെ മകനായിരുന്നു MA ബേബി.